ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ ലാസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. ഈസ് ഇറ്റ് വർത്ത് വിസിറ്റിംഗ് ലൂവ്രി മ്യൂസിയം ഇൻ പാരീസ്? എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഈ വക ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഇന്ന് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ഓൾ ആൻഡ് വാച്ച് ദിസ് വീഡിയോ ഇഫ് യു ആർ പ്ലാനിങ് എ ട്രിപ്പ് ടു പാരീസ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടലാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കുറച്ചുകൂടെ നേരത്തെയൊക്കെ എണീറ്റ് നമ്മൾ പോകുമല്ലോ സാധാരണ രീതിയെക്കാട്ടിലും. ഞങ്ങളും നേരത്തെ എണീറ്റു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലൂവ്രി മ്യൂസിയത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിപ്പം ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പോൾ രാവിലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ വർക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ വർക്കിന് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ രാവിലെ തന്നെ കാണുന്നത്. സോ നമ്മൾ ട്രാൻസ്ലേഷനിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു മെഷീൻ കാണും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ടിക്കറ്റ്സ് ഒന്നും കാണും, ഇതിൻ്റെ ഓപ്പോസിറ്റ് റീചാർജ് ചെയ്യാനുള്ളതും കാണും കേട്ടോ. നമ്മൾ ടിക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ട്രാവൽ പാസ് എടുക്കുന്നതാണ് നല്ലതെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ടർക്കിയിലൊക്കെ പോയപ്പം ട്രാവൽ പാസ് എടുത്തിട്ടായിരുന്നു സിറ്റി ഫുള്ളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ പോയത് ഒളിമ്പിക്സിൻ്റെ സമയമായതുകൊണ്ട് പാസിൻ്റെ റേറ്റും ഡെയിലി ടിക്കറ്റിൻ്റെ റേറ്റും ഏകദേശം സിമിലർ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പാസ് അതുപോലെ തന്നെ സോൺ തിരിച്ചിട്ടും സിറ്റി പാസും അങ്ങനെ ഡിഫറെൻറ്റ് പാസുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് നോക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ലൂവ്രി മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൂവ്രി മ്യൂസിയത്തിലൂടെ നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ലൂവ്രി ആണോ ലൂവ്ർ ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും നാട്ടിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആർട്ട് മ്യൂസിയമാണ് നമ്മുടെ ലൂവ്രി മ്യൂസിയം. പണ്ട് ഇതൊരു റോയൽ പാലസ് ആയിരുന്നു. പിന്നീടാണ് ഇത് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 14,000-ഓളം ചിത്രങ്ങൾ, 4,000-ഓളം ശില്പങ്ങൾ, അതുപോലെ തന്നെ 5,000-ഓളം വേറെ കലാ സംവിധാനങ്ങളൊക്കെ കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലൂവ്രി മ്യൂസിയത്തിൽ. അതെ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്സും ഓരോ ആർട്ട് വർക്ക്സും നിന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഏകദേശം 100 ദിവസമെങ്കിലും വേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഈ പാലസ് എന്നാലും എങ്ങനെയായിരിക്കും മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുക? ഈ കാണുന്ന സ്കൾപ്ചേഴ്സൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവുക? ഇങ്ങനെയുള്ള ഡൗട്ടുകളായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഉത്തരം കിട്ടാത്തതും ഒന്നിറങ്ങി തിരിച്ചാൽ ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങളുണ്ടല്ലേ. ഞങ്ങൾ എന്തായാലും ഒരുപാട് ചിന്തിച്ച് തലവുണ്ടാക്കിയില്ല. വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കിട്ടിയ സമയത്തിന് മ്യൂസിയം ഫുള്ളും കണ്ടു തീർക്കാമെന്ന് വിചാരിച്ചു. അക്ഷമരായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നത് നമ്മുടെ ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച മൊണാലിസയുടെ പിക്ചർ കാണാനാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മാപ്പൊക്കെ തരും കേട്ടോ. ഈ ഓരോ സ്ഥലങ്ങൾ എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള മാപ്പ് നമുക്ക് തരും. അതൊക്കെ നോക്കിയാലും നമുക്ക് കുറേ കൺഫ്യൂഷൻ വരും. പക്ഷെ എന്നാലും തപ്പിപ്പിടിച്ച് ഞങ്ങൾ മൊണാലിസയുടെ പിക്ചറിൻ്റെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൊണാലിസയുടെ ചിത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ 2000 കമ്പ്യൂട്ടർ മോണിറ്ററുകളും ഇത് സംരക്ഷിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും തിരക്കുകൾ കാണുന്നത് ഈ ഒരു പിക്ചറിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. മൊണാലിസയുടെ പിക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലാണ് വെഡ്ഡിങ് ഫീസ്റ്റിൻ്റെ പിക്ചർ കേട്ടോ. ഈ ഒരു പിക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയത് എന്ന് ഈ ഒരു വെഡ്ഡിങ് ഫീസ്റ്റിലാണ് യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി ഒരു മേജർ ക്വസ്റ്റ്യൻ ആണ്, ഈസ് ഇറ്റ് വർത്ത് വിസിറ്റിംഗ് ലൂവ്രി മ്യൂസിയം? ഞാൻ ആണെന്നേ പറയുള്ളൂ കേട്ടോ. അത് വർത്ത് ആക്കാൻ വേണ്ടി കുറച്ച് ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ലക്ഷക്കണക്കിന് പെയിൻറ്റിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹാഫ് ഡേയോ ഫുൾ ഡേയോ ഈ ഒരു ലൂവ്രി മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിട്ട് പല മെയിൻ പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ ആർട്ട് വർക്ക്സും നമ്മൾ മിസ് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട പെയിൻറ്റിങ്സിൻ്റെ പേരുകൾ ഞാൻ ആഡ് ചെയ്തേക്കാം. കഴിയുന്നത്ര മാക്സിമം ഏർലി മോർണിംഗ് വരിക. അപ്പം നമുക്ക് ഒരുപാട് ക്യൂവും തിരക്കുകളും ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ മ്യൂസിയം ഫുള്ളും നമുക്ക് കണ്ടു തീർക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 100 ദിവസത്തോളം വേണമെന്നാണ് പറയുന്നത്. ഇത് യൂറോപ്പിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ ലൂവ്രി മ്യൂസിയം കേട്ടോ. നമ്മൾ മ്യൂസിയമൊക്കെ കുറേയൊക്കെ കണ്ട് നമ്മളിവിടുന്ന് ഒരു ചെറിയ കഫേ ഉണ്ട് ഇതിനകത്ത് തന്നെ. അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ലോകത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആർട്ട് മ്യൂസിയം ഒക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളിതാ ഇറങ്ങുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ ബൂത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ മാത്രമല്ല, പാരീസിലെ എവിടെ തിരിഞ്ഞാലും ഇങ്ങനത്തെ കുഞ്ഞിയൊരു ഫോട്ടോ ബൂത്ത് കാണാം. അത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്തിൽ കയറിയിട്ട് ഒരു ഫോട്ടോ ഫ്ലാഷ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇത് €3 എന്തോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂട്ട് സൊവനിയർ നമുക്ക് പാരീസിൽ നിന്ന് കിട്ടും. ബ്ലാക്ക് ആൻഡ് വൈറ്റും കിട്ടും, കളറും കിട്ടും. ഞങ്ങൾക്ക് എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാനാണ് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ ഒരു ഫോട്ടോയും എടുത്തിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഐഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. പിന്നെ ലൂവ്രെ മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഈ ഒരു ആർക്കിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ലൂവ്രെ മ്യൂസിയം ബാക്ക്ഗ്രൗണ്ടിലാക്കിക്കൊണ്ട് നമുക്ക് കിടിലൻ പിക്ചേഴ്സ് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഭയങ്കര വെയിലും പിന്നെ ഒത്തിരി ടയേർഡും ആയതുകൊണ്ട് നമ്മൾ ഐഫിൽ ടവറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഈവനിങ്ങിൽ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത നമ്മുടെ പാരീസിലെ ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. നമ്മളിപ്പം ഡബിൾ ഡെക്കർ മെട്രോയിലാണ് കയറിയിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ മെട്രോ ഒക്കെ കാണുന്നത്. താഴോട്ട് സ്റ്റെപ്പുണ്ട്, ആൾക്കാർ താഴെ ഇരിക്കുന്നുണ്ടോ. നമ്മൾ മേളിൽ ചുമ്മാ ഇരിക്കാൻ വിചാരിച്ചു. 2 സ്റ്റോപ്പേ ഉള്ളൂ നമുക്ക്, എന്നാലും ചുമ്മാ ഇരിക്കാൻ വിചാരിച്ചു.